BTech Sem 2-ലെ തേർഡ് മോഡ്യൂളായ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന മോഡ്യൂളാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അതിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് അത്യാവശ്യം വേണ്ട ബേസിക് കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം. നിങ്ങൾ പ്ലസ് ടുവിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഡിഗ്രി ഓർഡർ അതെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്തുവാണെന്ന് അത് പറഞ്ഞു പോയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക്കിലോട്ട് വരാം. y = f of x എന്നതാണ് നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് y എന്ന് പറയുന്ന ഫംഗ്ഷന്റെ എന്തുവാണ് റെസ്പെക്ട് ടു എക്സിന് ഡെറിവേറ്റീവ് എടുക്കുന്നതിനെയാണ് നമ്മൾ അവിടെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഹയർ ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലോട്ട് മാറിയത്. y = fx ആണെങ്കിൽ dy/dx f' of x. അതായത് y എന്ന ഫംഗ്ഷനെ എപ്പോഴും വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. എക്സിനെ എടുക്കാവൂ എന്നല്ല പറയുന്നത്. നമ്മൾ പഠിക്കുന്ന ഫോമുലയെല്ലാം വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് പഠിക്കുന്നത്. അപ്പൊ dy/dx f' of x. ഇതിനെ വേറൊരു രീതിയിൽ പറയാറുണ്ട്, റേറ്റ് ഓഫ് ചേഞ്ച് എന്നും പറയാറുണ്ട്. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പോകുമ്പോൾ പല രീതിയിൽ ചോദിക്കാറുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് അതിന്റെ മീനിങ്സ് എന്തുവാണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. പ്ലസ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത് ഓർഡറും ഡിഗ്രിയാണ്. അപ്പൊ ഓർഡർ എന്തുവാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ എഴുതുകയാണ്. dy/dx + 2y = 0. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തുവാണ്. ഒരു തവണ നമ്മൾ എന്തുവാ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളൂ. y എന്ന ഫംഗ്ഷന് എക്സിലെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എത്ര തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തു, അതാണ് അതിന്റെ എന്തെന്ന് പറയുന്ന ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പോ ഫസ്റ്റ് ഓർഡർ എന്ന് നമുക്ക് എഴുതാം dy/dx എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ മേളില് പവർ 1 ഉണ്ട് എന്നാണ് മീനിങ്. പക്ഷെ നമ്മൾ എഴുതാറുണ്ട് അത് dy/dx എന്ന് മാത്രമാണ്. നെക്സ്റ്റ് വേറെ ഇക്വേഷൻ എഴുതുകയാണ് d2y/dx² + 2dy/dx = 0. ഇവിടെ നോക്കിയേ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫസ്റ്റ് ഓർഡറും ഉണ്ട് സെക്കൻഡ് ഓർഡറും ഉണ്ട്. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ട്. ആണോ 2 എന്ന് മീൻ ചെയ്യുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഇതിന് നമുക്ക് എന്ത് പറയാം? ഇത് ഫസ്റ്റ് ഓർഡർ എന്നാണ്, ഇത് സെക്കൻഡ് ഓർഡർ. ഓക്കെ, അങ്ങനെ ഒരു എക്സാമ്പിൾ എഴുതാം. d3y/dx³ + 3d2y/dx² + 2dy/dx + 3y = 0. ലെങ്തി ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിൽ ഫസ്റ്റ് ഓർഡർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഉണ്ട്, തേർഡ് ഓർഡർ ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാ ഓർഡറും എഴുതേണ്ട കാര്യമില്ല. അങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതല്ല. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് തേർഡ് ഓർഡർ ആണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഹയസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? തേർഡ് ഓർഡർ എന്ന് എഴുതാം. തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാം. നെക്സ്റ്റ് വൺ ഒരു എക്സാമ്പിൾ. ക്യൂബ് പോലെ 4th ഡിഗ്രി വരെ 5th ഡിഗ്രി എക്സെട്രാ ഏത് വരെ വേണമെങ്കിലും വരാം. d⁴x/dx⁴ + 2dy/dx = 0. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുമ്പോൾ ഓർഡർ കറക്റ്റ് വരണമെന്നൊന്നുമില്ല. 4th ഡിഗ്രി കഴിഞ്ഞിട്ട് അടുത്ത് 3rd ഡിഗ്രി ഉണ്ടാവണം അങ്ങനെയൊന്നും മസ്റ്റൊന്നുമില്ല. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ 3rd ഡിഗ്രി ആണല്ല, സെക്കൻഡ് ഡിഗ്രി ആണല്ല, അതായത് ഫസ്റ്റ് ഡിഗ്രി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇന്ന മസ്റ്റ് ആയിട്ട് ഇല്ല എങ്കിലില്ല. അപ്പൊ തന്നെയാണ് ഇവിടെ എന്തുവാണ് ഓർഡർ നമ്മൾ പറയുകയാണെങ്കിൽ ഏതാണ് ഹയസ്റ്റ് ഡെറിവേറ്റീവ്? d⁴x/dx⁴ ആണ്. അപ്പൊ ഓർഡർ എന്ന് പറയുന്നത് 4th ഓർഡർ എന്ന് വരും. ഇതാണ് ഓർഡർ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഹയസ്റ്റ് എന്തുവാണ് ഡെറിവേറ്റീവ് എന്തുവാണോ അതാണ് അതിന്റെ ഓർഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഗ്രിക്കും ഞാൻ ഈ ഒരു ഇക്വേഷൻ തന്നെ എടുക്കുന്നു. ഓക്കെ, ഡിഗ്രി മനസ്സിലാക്കേണ്ടത് നമ്മളെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണോ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണോ അതിന്റെ പവറിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണ്? ഇതാണ് d2y/dx². അതിന്റെ പവർ എന്ന് പറയുമ്പോൾ ഇതിന്റെ മേളിൽ നമ്പർ ഒന്നുമില്ല. അതിന്റെ മീനിങ്സ് എന്തുവാണ്? 1 എന്നാണ്. അപ്പൊ അതിന്റെ ഡിഗ്രി എന്തായിരിക്കും? 1 എന്നാണ്. ഏതൊരു ഇക്വേഷൻ എഴുതും? d3y/dx³ + d2y/dx² +
2y ഈക്വൽ ടു 0. ഇവിടെ നോക്കിയേ, ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണ്? ഹയസ്റ്റ് ഡെറിവേറ്റീവ് d3y/dx3. അതിന്റെ പവേഴ്സ് ഇല്ല എന്ന് വെച്ചാൽ മീനിങ് ഒന്നുമില്ല എന്നല്ല, 1 എന്നാണ് മീനിങ്സ്. അപ്പൊ ഡിഗ്രി എന്താ എഴുതാം? 1 എന്ന് എഴുതാം. ഇതുപോലെ അടുത്തൊരു എക്സാമ്പിളിലോട്ട് നമുക്ക് പോവാം. d4y/dx4 the whole square plus 2dy/dx plus 3y equal to 0. ഇവിടെ ഡിഗ്രി എന്താണെന്ന് നോക്കി വെക്കുക. നമ്മൾ പറഞ്ഞു എന്തുവാണ് ഡിഗ്രി? ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ ആണ്. ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇവിടെ എന്തുവാണ്? 4th ആണ്. ഓക്കെ, ഹയസ്റ്റ് ഓർഡർ ഏതാണ്? 4th ഓർഡർ. അതിന്റെ പവർ എന്ന് പറയുന്നത് എന്തുവാ? മേലെ കിടക്കുന്നത് 2 ആണ്. അപ്പൊ ഇതാണ് ഡിഗ്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ, d3y/dx3 the whole cube plus 3dy/dx plus 2 equal to 0. ഇവിടെ നോക്കിയ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഏതാണ്? d3y/dx3 ആണ്. ആ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോ ഡിഗ്രി 3 ആണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ +2 മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അതായത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഡിഗ്രി എന്തുവാ ഓർഡർ അറിഞ്ഞാലേ നമുക്ക് ബാക്കി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ഡിഫറൻഷ്യൽ ഇക്വേഷനില് 2 ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഉള്ളത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, DE എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഷോർട്ട് ഫോം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ നെക്സ്റ്റ് സെമ്മിലൊക്കെ പഠിക്കും. ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ മോഡ്യൂളിൽ വേണ്ടത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2 ടൈപ്പാണുള്ളത്. ഹോമോജീനിയസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ODE, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഷോർട്ട് ഫോം ആണ്. അതുപോലെ നോൺ ഹോമോജീനിയസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ മോഡ്യൂളില് മുഴുവനായിട്ടും നിങ്ങൾക്ക് ചെയ്യേണ്ട പ്രോബ്ലംസ് ഹോമോജീനിയസ് നോൺ ഹോമോജീനിയസ് ടൈപ്പ് ആയിരിക്കും. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ സിമ്പിൾ ആണ്. സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഈസ് y is equal to CP, അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ അല്ലെങ്കിൽ C എഴുതിത്തരം കോംപ്ലിമെന്ററി ഫംഗ്ഷൻ, അതാണ് y എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഷോർട്ട് ഫോമില് y is equal to yc എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. വേറൊന്നല്ല, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ, വൈയുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഇനി നോൺ ഹോമോജീനിയസ് വരുമ്പോ സൊല്യൂഷൻ വരുന്നത് y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. CF എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഇവിടെ എഴുതി, PI എന്ന് പറയുന്നത് പർട്ടിക്കുലർ ഇന്റഗ്രൽ. അപ്പൊ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനില് ഇതിന്റെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. നമുക്ക് y is equal to yc, അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമാണ് ഇതിന്റെ സൊല്യൂഷൻ. പക്ഷെ നോൺ ഹോമോജീനിയസ് വരുമ്പോ y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഇന്റഗ്രൽസും വരും. പിന്നെ ഒരു ഇത് എന്ന് പറയുന്നത് ഈ ഹോമോജീനിയസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഹോമോജീനിയസും നോൺ ഹോമോജീനിയസും എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ തരാണ്, dy/dx plus 2y equal to 0. അതായത് റൈറ്റ് സൈഡ് 0 ആണ് വരുന്നതെങ്കിൽ അത് ഹോമോജീനിയസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും, എന്നാൽ d2y/dx2 plus 2dy/dx equal to sin x. അതായത് റൈറ്റ് സൈഡ് എന്തുവാണ്? ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ വരുവാണെങ്കിൽ, ഒരു ടേം വരുവാണെങ്കിൽ എന്തുവാ? നോൺ ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ്. അപ്പോ ഇക്വേഷൻ കാണുമ്പോൾ റൈറ്റ് സൈഡ് 0 ആണ് വരുന്നെങ്കിൽ ഹോമോജീനിയസ് ഇക്വേഷൻ, അതിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ നേരത്തെ എഴുതിയത്. y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രം എഴുതുന്നത്. ഇനി കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കും, ഓരോന്നിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രലും അതെല്ലാം പഠിക്കും. ഇനി നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ എന്താണ്? റൈറ്റ് സൈഡ് എന്തായിരിക്കണം? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. അതാണെങ്കിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് CF പ്ലസ് y is equal to CF പ്ലസ് എന്തുവാണ്?
പർട്ടിക്കുലർ ഇന്റഗ്രൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. ഇനി ഓരോന്നിലും കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെയാണ് ഓരോ കേസുകളുണ്ട്, അത് നമുക്ക് അടുത്ത് പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ജനറൽ ഫോം ഓഫ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്തുവാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് വേണ്ടത് ഹോമോജീനിയസും നോൺ ഹോമോജീനിയസും ആണ്. പക്ഷെ അത് നമ്മൾ പറയാത്ത ഒരു കാര്യമുണ്ട്. ഇക്വേഷന്റെ ഫോം എന്തുവാണ്? ഹോമോജീനിയസ് ആണെങ്കിൽ a0 d raised to n by dx raised to n plus a1 into d raised to n minus 1 by dx raised to n minus 1. കണ്ടോ, പവേഴ്സ് ആദ്യം ഹയസ്റ്റ് പിന്നെ കുറഞ്ഞ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് ലാസ്റ്റ് a(n)y ആണ്. ഡെറിവേറ്റീവ് മാറി a(n)y ഈക്വൽ ടു 0. റൈറ്റ് സൈഡില് 0 വരുന്നു പറഞ്ഞതാണ് ഹോമോജീനിയസിന്റെ ഫോം എന്ന് പറയുന്നത്. സൊല്യൂഷൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞു. ഹോമോജീനിയസ് ആണ് വരുന്നതെങ്കിൽ y ഈക്വൽ ടു, അതായത് സൊല്യൂഷൻ ഈക്വൽ ടു എന്താണ് വരുന്നത്? സൊല്യൂഷൻ y ഈക്വൽ ടു CF, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമാണ് വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇക്വേഷന്റെ ഫോം ഇങ്ങനെയായിരിക്കും, റൈറ്റ് സൈഡ് 0 ആയിരിക്കും വരുന്നത്. നോൺ ഹോമോജീനിയസ് എടുത്തപ്പോ ഇക്വേഷന്റെ ഫോം സെയിം തന്നെയാണ്, പവേഴ്സ് കൂടിയിട്ട് പിന്നെ കുറഞ്ഞു വരുന്നു. അത് കഴിഞ്ഞ് ആറ് ഡിഫറൻസ് ഇവിടെ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡ് ഈക്വൽ ടു എന്താണ്? r of x എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ കാണാനുള്ള ഫോം y ഈക്വൽ ടു CF, കോംപ്ലിമെന്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഇന്റഗ്രലും നമ്മൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ഈ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണാം, അല്ലെങ്കിൽ നമുക്ക് ഈ ജനറൽ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. അതിനൊരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് d/dx, അതായത് dy/dx ക്യാപിറ്റൽ D കൊടുക്കുക. എവിടെയൊക്കെ dy/dx ഉണ്ടോ അവിടെയെല്ലാം ക്യാപിറ്റൽ D കൊടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണാനാണ്. പക്ഷെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ 3 കേസ് ഉണ്ട് കോംപ്ലിമെന്ററി ഫംഗ്ഷൻസ് കാണാൻ വേണ്ടിയിട്ട്. അത് ഓരോ സ്റ്റെപ്പും നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റെപ്പ് 1 എന്താണ്? dy/dx ഈക്വൽ ടു ക്യാപിറ്റൽ D കൊടുക്കുക. ഇവിടെ നോക്കിയിട്ട് a0 ശ്രദ്ധിച്ചു, ഈ ഇക്വേഷൻ എടുക്കാണ്. dy/dx ന് എന്തോ ക്യാപിറ്റൽ D കൊടുത്തു കഴിഞ്ഞാൽ ആ പവേഴ്സ് മേളിൽ വരും, d raised to n. അടുത്ത് a1 d raised to n minus 1 അങ്ങനെ വരും. dy/dx ന് മാത്രമാണ് ക്യാപിറ്റൽ D കൊടുക്കുന്നത്, പ്ലസ് എക്സെട്ര ഈക്വൽ ടു 0 എന്ന ഫോമിൽ വരും. ലാസ്റ്റ് എന്തുവാണ്? D കൊടുക്കേണ്ട കാര്യമില്ല, എന്താ a(n)y മാത്രമാണ്. d/dx ആണെങ്കിൽ dy/dx എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ക്യാപിറ്റൽ D കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ ലാസ്റ്റ് ടൈമിൽ dy/dx ഉള്ളതുമില്ല. അപ്പൊ ആ കോൺസ്റ്റന്റ് ഏതാണ്? a(n)y ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. സ്റ്റെപ്പ് 2 ആണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻസ് കാണേണ്ടത്. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പില് എന്താ? dy/dx ന് D കൊടുത്തു എങ്കിൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് D ഈക്വൽ ടു ചെയ്യണം. അപ്പൊ ഫസ്റ്റ് കേസ് എന്തുവാണ്? എവിടെയൊക്കെ dy/dx ഉണ്ടോ അവിടെ ക്യാപിറ്റൽ D കൊടുക്കും. നെക്സ്റ്റ് സ്റ്റെപ്പില് നമ്മൾ എവിടെയൊക്കെ D ആക്കിയോ അവിടെയെല്ലാം എന്ത് കൊടുക്കണം? M കൊടുക്കണം. ആ M കൊടുക്കപ്പോ നമുക്ക് കിട്ടുന്നത് ആക്സിലറി ഇക്വേഷൻ AE, അല്ലെങ്കിൽ ആക്സിലറി ഇക്വേഷൻ AU ആക്സിലറി ഇക്വേഷൻ ആണ് കിട്ടുന്നത്. ആക്സിലറി ഇക്വേഷൻ എന്തിനുള്ളതായിരിക്കും? f(m) എന്നായിരിക്കും. അതായത് ഡിയിലുള്ള ഇക്വേഷൻ എല്ലാം എമ്മിലായിട്ട് മാറും. പിന്നെ എന്തുവാണ്? ടു ഫൈൻഡ് ആക്സിലറി ഇക്വേഷൻ കാണുക. അപ്പൊ ആക്സിലറി ഇക്വേഷൻ എഴുതാൻ പാടില്ല, M അപ്ലൈ ചെയ്യുക. എമ്മിലുള്ള ഇക്വേഷന് ഫൈൻഡ് ചെയ്യുക. അതാണ് എന്തെന്ന് പറയുന്നത്? ആക്സിലറി ഇക്വേഷൻ ഫൈൻഡ് ചെയ്യുന്നു പറയുന്നത്. ആക്സിലറി ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ 3 കേസ് ഉണ്ട്. അതിൽ കേസ് 1 നമുക്ക് കിട്ടുന്ന എമ്മിന്റെ വാല്യൂസ് അനുസരിച്ചിട്ട് ആണ് കേസ് 1, കേസ് 2, കേസ് 3 ഇരിക്കുന്നത്. കേസ് 1 എന്ന് പറയുന്നത് എം ആർ ഡിഫറെന്റ് ആണ്, അതായത് ഡിഫറെന്റ് എം ആണ് കിട്ടുന്നതെങ്കിൽ, അതായത് വാല്യൂസ് ഓഫ് എം ആർ അങ്ങനെ എഴുതാം. വാല്യൂസ് ഓഫ് എം ആർ ഡിഫറെന്റ് വാല്യൂസ്, അതായത് m1, m2, m3 എക്സെട്ര അങ്ങനെ ഡിഫറെന്റ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് c1 e raised to m1x പ്ലസ് c2 e raised to m2x plus c3 e raised to m3x plus etc.
ചിലതിന് 3 നമ്പേഴ്സ് കിട്ടുമായിരിക്കും, ചിലതിന് 4 കിട്ടുമായിരിക്കും. എങ്ങനെയായാലും ഡിഫറന്റ് ആണ് കിട്ടുന്നതെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ C1 e raised to m1x, C2 e raised to m2x, C3 e raised to m3x plus etc. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ 1, 2, 3 അങ്ങനെ ഡിഫറന്റ് ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് വരും? C1 e raised to 1x, C2 e raised to 2x, m1, m2, m3 മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് കേസ് 1 എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താണ് സൊല്യൂഷൻ കാണാൻ എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷന് dydx വരുന്നിടത്ത് ക്യാപിറ്റൽ ഡി കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് ആ ഡി കൊടുത്ത ഇക്വേഷനില് പുട്ട് എം ഡി എം കൊടുക്കുന്നതാണ് ഓക്സിലറി ഇക്വേഷൻ കാണാനുള്ളപ്പം ആ ഓക്സിലറി ഇക്വേഷൻ എമ്മിലുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അതാണ് ഓക്സിലറി ഇക്വേഷൻ. ആ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ നോർമലി നമ്മൾ എന്താണ് ക്വാഡ്രാറ്റിക് ഒക്കെ സോൾവ് ചെയ്യുന്ന രീതിയിലാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ പല മെത്തേഡുണ്ട് നമുക്ക് എമ്മിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. അപ്പൊ പക്ഷെ എമ്മിന്റെ പ്രത്യേകത വാല്യൂസ് ഓഫ് എം ആർ ഡിഫറെന്റ്. കേസ് 1 പറയുന്നത് എമ്മിന്റെ വാല്യൂസ് ഡിഫറെന്റ് ആണെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും? CF C1 e raised to m1x plus C2 e raised to m2x plus C3 e raised to m3x plus etc. എന്നായിരിക്കും. നെക്സ്റ്റ് കേസിലോട്ട് പോവാം. വാല്യൂസ് ഓഫ് എം ആർ സെയിം ആണെങ്കിലുള്ള കേസാണ്. നേരത്തെ ഡിഫറെന്റ് ആണെങ്കിലുള്ള കേസ്. സെയിം എന്ന് പറയുമ്പോൾ M1, M2, M3 എക്സെട്ര ഏതായാലും എന്തുവാണ്? എം ആയിരിക്കും. ഇപ്പൊ M1, M2, M3 അങ്ങനെ ഡിഫറെന്റ് ഇല്ല, ഏതായാലും എന്തുവാണ്? സെയിം ആണ്. എം ആണെങ്കിൽ എമ്മിന്റെ വാല്യൂസ് സെയിം ആവുമ്പോഴുള്ള നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് C1 പ്ലസ് C2 x പ്ലസ് C3 x സ്ക്വയർ പ്ലസ് എക്സെട്ര ബ്രാക്കറ്റിന്റെ പുറത്ത് e raised to mx. കാരണം എന്തുവാണ്? എം സെയിം ആണ്. അകത്ത് വരുന്ന കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്തുവാണ്? C1 പ്ലസ് C2x പ്ലസ് C3 x സ്ക്വയർ എന്തുവാണ്? പവേഴ്സ് കൂടി കൂടി വരും. C raised to C4 x raised to 3 എക്സെട്ര എക്സിന്റെ പവേഴ്സ് കൂടി കൂടി വരുന്നു. C1 C2 കൂടി കൂടി വരുന്നു. പക്ഷെ പുറത്ത് വരുന്നത് e raised to mx. നേരത്തെ കേസിലാണെങ്കിൽ m1x അങ്ങനെ ഓരോന്നിനും എന്തുവായിരുന്നു? ഡിഫറെന്റ് എം ആയിരുന്നു. പക്ഷെ ഇതിൽ എല്ലാത്തിനും സെയിം എം ആയതുകൊണ്ടാണ് നമ്മൾ പുറത്ത് e raised to mx എന്ന് എടുക്കുന്നത്. ഈ നെക്സ്റ്റ് കേസ് വരുന്നത് കേസ് 3 ആണ്. കേസ് 3യില് വേറെ ഒരു ഇതുമില്ല. എം ഇമാജിനറി ആയിരിക്കും. ഇമാജിനറി എന്ന് പറയുമ്പോൾ നമ്മള് കോംപ്ലക്സ് നമ്പേഴ്സിലൊക്കെ പഠിക്കുന്നതാണ്. എമ്മിന്റെ വാല്യൂസ് എന്തായിരിക്കും? ഐ വരുന്ന ടേംസ് ആയിരിക്കും കിട്ടുന്നത് എങ്കിൽ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ഐ ബീറ്റ എന്നാണ്. ഓക്കെ, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആൽഫ പ്ലസ് ഐ ബീറ്റ. അപ്പോ ആദ്യം നമ്മൾ പഠിച്ചതുപോലെ ഡിഫറെന്റ് എം ആണെങ്കിൽ C1 e raised to m1x plus C2 e raised to m2x plus etc. ആണ്. പക്ഷെ ഇവിടെ എം സെയിം ആണെങ്കിൽ C1 പ്ലസ് C2x പ്ലസ് C3x പ്ലസ് എക്സെട്ര ബ്രാക്കറ്റിന്റെ പുറത്ത് ഈ എം എക്സ്. നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഓരോ കേസിന്റെയും ഈ കോംപ്ലിമെന്ററി ഫംഗ്ഷനാണ് പഠിച്ചിരിക്കുന്നത്. ലാസ്റ്റ് വൺ കേസ് 3 എന്ന് പറയുന്നത് ഇമാജിനറി ആണെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ. ചില പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് 2 പ്ലസ്. ഇവിടെ പ്ലസും മൈനസും വേണമെങ്കിൽ വരാം. പ്ലസ് ഓർ മൈനസ് എന്തുവാണ് 3i അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അപ്പോഴേ അത് എന്തുവാണ്? എം ഇമാജിനറി ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഓരോ ക്വസ്റ്റ്യനില് നമുക്ക് എം സോൾവ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഈ 3 ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്, അതായത് എം സെയിം ആണോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആണോ ഇമാജിനറി ആണോ എന്ന് മനസ്സിലാക്കുന്നത്. നമുക്ക് ഇത്രയാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഇനി ഇതിന്റെ പ്രോബ്ലം, അതായത് ജനറൽ സൊല്യൂഷൻ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതായത് അതാണ് ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കുന്നത്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എങ്ങനെ എന്തുവാണ് എഴുതാം അല്ലെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യത്തെ സെക്ഷനിൽ പഠിക്കേണ്ട പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഹോമോജീനിയസിന്റെ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്, പിന്നെ നോൺ ഹോമോജീനിയസിലോട്ട് പോകും. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, സോൾവ് d2y/dx² പ്ലസ് 5dy/dx plus 6y equal to 0. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ റൈറ്റ് സൈഡ് 0 ആണ്. അതിന്റെ മീൻസ് ഇതൊരു ഹോമോജീനിയസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കാം. നമ്മൾ സ്റ്റെപ്പ് പഠിച്ചു. എന്തുവായിരുന്നു സ്റ്റെപ്പ്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അത് സൊല്യൂഷൻ കാണാനുള്ള സ്റ്റെപ്പ് എന്തുവായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് എവിടെയൊക്കെ d/dx ഉണ്ടോ അവിടെ എല്ലാം എന്തുവാണ്? ക്യാപിറ്റൽ ഡി ഉണ്ട്. അപ്പോൾ d/dx ഈക്വൽ ടു ക്യാപിറ്റൽ ഡി.
ഈ ഇക്വേഷനിൽ ഡി ബൈ ഡി എക്സ്, അപ്പൊ ഇവിടെ ഡി സ്ക്വയർ ആണ് കിടക്കുന്നത്, അപ്പൊ എന്താണ് ക്യാപിറ്റൽ ഡി സ്ക്വയർ എന്ന് വരും. ഡി ബൈ ഡി എക്സ് ആയിരുന്നുവെങ്കിൽ ക്യാപിറ്റൽ ഡി, ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ആകുമ്പോൾ ക്യാപിറ്റൽ ഡി സ്ക്വയർ, വൈ അതുപോലെ എഴുതുക. പ്ലസ് 5 ഡി ബൈ ഡി എക്സിന് എന്താണ് കൊടുക്കേണ്ടത്? ക്യാപിറ്റൽ ഡി ആണ് കൊടുക്കേണ്ടത്. പ്ലസ് 6 ഇവിടെ ഡി ബൈ ഡി എക്സ് ഇല്ല, അപ്പൊ വൈ അതുപോലെ കൊടുക്കുക, ഈക്വൽ ടു 0. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ എല്ലാത്തിനും നമുക്ക് ഓക്കെ ഡി വൈ ഉണ്ട്. ഓക്കെ, ഡി ബൈ ഡി എക്സിന് ക്യാപിറ്റൽ ഡി, വൈ അതുപോലെ എഴുതണം. എല്ലാത്തിനും നമുക്ക് ഒരു ടേംസ് കോമൺ ആയിട്ട് എടുക്കാം. ഏതാണ്? വൈ കോമൺ ആയിട്ട് എടുക്കാം. എപ്പോഴും ഇക്വേഷൻ ഡി ക്യാപിറ്റൽ ഡി കൊടുത്തു കഴിഞ്ഞാൽ വൈ കോമൺ ആയിട്ട് എടുക്കാൻ കാണും, അതിനെ പുറത്തെടുക്കാം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്തുവാണ്? നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാനാണ്. ഓക്സിലറി ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ഡി എവിടെയൊക്കെ വന്നു അവിടെയെല്ലാം എന്ത് കൊടുക്കണം? എം കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡി സ്ക്വയർ എന്നുള്ളത് എം സ്ക്വയർ പ്ലസ് 5m പ്ലസ് 6. ഈ വൈ ഉള്ളിടത്ത് ഒന്നും കൊടുക്കരുത്, വൈ എടുക്കണം, ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ. അതായത് ബ്രാക്കറ്റിൽ വരുന്നതിന് മാത്രമേ കൊടുക്കുള്ളൂ, പുറത്തുള്ള വൈ എന്ന ടേംസിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൊടുക്കില്ല. എം സ്ക്വയർ പ്ലസ് 5m പ്ലസ് 6 ഈക്വൽ 0. ഇതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതൊരു കാണുമ്പോൾ തന്നെ അറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമാണ്. ആദ്യം സ്ക്വയർ, പിന്നെ എന്തുവാണ് എമ്മിന്റെ ടേംസ്, പിന്നെ കോൺസ്റ്റന്റ്. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾ മുന്നേ ഒരുപാട് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്ത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുല ഉണ്ടല്ലോ അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. നമുക്കിപ്പോ എന്തുവാണ് ടൈം വേസ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് കാണാൻ പറ്റുന്നത് മെത്തേഡാണ് ഇവിടെ ചെയ്യുന്നത്. ഏതെങ്കിലും 2 നമ്പർ സെലക്ട് ചെയ്യുക. ആ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ലാസ്റ്റത്തെ കോൺസ്റ്റന്റ് നമ്പർ കിട്ടണം. ഇതാണ് ലാസ്റ്റത്തെ കോൺസ്റ്റന്റ് നമ്പർ കിട്ടുന്ന 2 ടേംസ് സെലക്ട് ചെയ്യുക. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റത്തെ ടേം കിട്ടണം. പക്ഷെ അതേസമയം ആ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ മിഡിൽ ടേം കിട്ടണം. 2 നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തുവാ ലാസ്റ്റത്തെ ടേം, ആഡ് ചെയ്യുമ്പോൾ മിഡിൽ ടേം. ഞാനിവിടെ 2, 3 2 നമ്പേഴ്സ് എടുക്കുന്നു. നോക്കിയൊക്കെ 2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 6 കിട്ടും. 6ന്റെ സൈൻ പ്ലസ്, അപ്പൊ പ്ലസ് 6 കിട്ടണമെങ്കിൽ പ്ലസ് 2 പ്ലസ് 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി, പ്ലസ് 6. അതേപോലെ നമ്മൾ ആഡ് ചെയ്ത് നോക്കിയാൽ പ്ലസ് 2 പ്ലസ് 3 ആഡ് ചെയ്യുമ്പോൾ പ്ലസ് 5 കിട്ടുന്നു. അപ്പൊ ഓക്കെ, നമ്മുടെ കണ്ടീഷൻ ഓക്കെ ആയി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻ എഴുതുന്നത്, സൊല്യൂഷൻ ഈസ് എം പ്ലസ് 2 എമ്മിൽ തുടങ്ങുന്ന ഒരു ഇക്വേഷൻ അല്ലേ, അപ്പൊ എം പ്ലസ് 2 ഇൻറ്റു എം പ്ലസ് 3 ഈക്വൽ ടു 0. രണ്ടിനും 0 ഭാഗങ്ങളാണ്. അപ്പൊ എം പ്ലസ് 2 ഈക്വൽ ടു 0, എം പ്ലസ് 3 ഈക്വൽ ടു 0. എം പ്ലസ് 2 0 ആണെങ്കിൽ എം എന്തുവാണ്? -2. എം ഇവിടെ എന്തായിരിക്കും? -3. ഇവിടെ എം ഇവിടെ അപ്പൊ എന്താണ് കിട്ടിയത്? -2 -3 2 വാല്യൂസ് ആണ് കിട്ടിയത്. നമ്മളപ്പോ ആലോചിക്കാം, നമുക്ക് എന്താണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എഴുതണം. അതിന് 3 കേസ് പഠിച്ചു. ഫസ്റ്റ് കേസ് പറയുന്നത് എമ്മിന്റെ വാല്യൂ എന്തുകൊണ്ട് ഡിഫറെന്റ് ആണെങ്കിൽ, അതാണ് നമുക്കിവിടെ കിട്ടിയത്. എമ്മിന്റെ വാല്യൂ ഡിഫറെന്റ് ആണ്. എമ്മിന്റെ വാല്യൂ ഡിഫറെന്റ് ആണെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നമ്മൾ അവിടെ എന്തുമാണ് പഠിച്ചത്? C1 e⁻m1x അല്ലെ, C2 e⁻m2x പ്ലസ് എക്സെട്ര ഉണ്ട്. ഇവിടെ 2 എണ്ണമേ ഉള്ളതായത് ഞാൻ 2 എണ്ണമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ C1 e⁻m1 ഫസ്റ്റ് m1 ഫസ്റ്റ് എന്തുവാ? -2 e⁻−2x പ്ലസ് C2 e⁻−3x. ഇതാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. നമുക്ക് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ അല്ലല്ലോ കാണുന്നത്, നമ്മൾ ഫൈനലി എന്തുവാണ് സൊല്യൂഷൻ ആണ് കാണേണ്ടത്. സൊല്യൂഷൻ y is equal to CF ആണ്. അപ്പൊ എന്തുവാണ്? y is equal to നമുക്ക് കിട്ടിയ CF എന്തുവാണ്? C1 e⁻−2x പ്ലസ് C2 e⁻−3x. അപ്പൊ 2 ഡിഫറെന്റ് എമ്മിന്റെ വാല്യൂ രണ്ടെണ്ണം ഡിഫറെന്റ് ആണെങ്കിൽ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ ഫോർമുല ഓർത്ത് വയ്ക്കുക. എന്തുവാണ്? C1 e⁻m1x C2 e⁻m2x. നമുക്ക് ഫൈനലി വരുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y is equal to CF ആണ്. ഈ ആൻസേഴ്സ് അങ്ങ് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതാണ് ഈ ക്വസ്റ്റ്യൻസ്. അപ്പൊ സ്റ്റെപ്പ് 1 ശ്രദ്ധിക്കുക. എന്തുവാ? ഡി ബൈ ഡി എക്സ് വരുന്ന ക്യാപിറ്റൽ ഡി. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് y എടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പില് ഓക്സിലറി ഇക്വേഷൻ ശ്രദ്ധിക്കുമ്പോൾ ഡി എഴുതിയിടത്തല്ല എന്ന് കൊടുക്കും, പക്ഷെ y അത് എഴുതേണ്ട കാര്യമില്ല, ഈക്വൽ ടു 0. അപ്പൊ ഒരു ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആദ്യം എഴുതും, പിന്നെ അത് സോൾവ് ചെയ്യുക, CF കാണുക, അതിൽ നിന്ന് സൊല്യൂഷൻ എഴുതുക. ഓക്കെ,
ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, d2y/dx² പ്ലസ് 2dy/dx പ്ലസ് y ഈക്വൽ ടു 0. ചെയ്യുന്ന മെത്തേഡ് എല്ലാം സെയിം ആണ്, m വരെ എത്തുന്നത് വരെ സെയിം ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇപ്പോഴും നമ്മൾ സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട കാര്യമില്ല, കാരണം ഫസ്റ്റ് ആയതുകൊണ്ട് ഞാൻ 1-2 ക്വസ്റ്റ്യൻ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതാറാം. സ്റ്റെപ്പ് 1 എന്തുവാണ്, d/dx എന്ത് കൊടുക്കണം, ക്യാപിറ്റൽ D കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ d2y പ്ലസ് 2dy പ്ലസ് y ഈക്വൽ ടു 0. നെക്സ്റ്റ് നേരത്തെ ക്വസ്റ്റ്യൻ ഞാൻ എന്ത് പറഞ്ഞു, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കോമൺ എടുക്കാനുണ്ട്, y കോമൺ എടുക്കാനുണ്ട്. ആ y അങ്ങ് പുറത്തെടുക്കണം. ഇവിടെ y പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 ആണ് വരുന്നത്. കണ്ടല്ലോ, ഇവിടെ y പുറത്തെടുക്കുന്നു, ഇവിടെ y പുറത്തെടുക്കുന്നു, ഇവിടെയും y പുറത്തെടുത്താൽ അവിടെ ടേംസ് ഇല്ലെന്നുണ്ടെങ്കിൽ 1 ഉണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. സ്റ്റെപ്പ് 2 എന്ത് വരുന്നത്, നമ്മൾ പഠിച്ചത് ഓക്സിലറി ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. ഓക്സിലറി ഇക്വേഷൻ എന്ത് ചെയ്യണം, d എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം m എഴുതുക. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ m² പ്ലസ് 2m പ്ലസ് 1 ഈക്വൽ ടു 0. നേരത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു എന്തുവാണ്, y എടുക്കേണ്ട ഓക്സിലറി ഇക്വേഷൻ ആയപ്പോ 0. ഇനി എന്തുവാണ്, ഈ ഇക്വേഷനെ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യാൻ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് നേരത്തെ ക്വസ്റ്റ്യനിൽ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തു ആ മെത്തേഡ് തന്നെയാണ്. 2 നമ്പേഴ്സ് എടുക്കുന്നു, അത് മൾട്ടിപ്ലൈ ചെയ്യപ്പോ ലാസ്റ്റ് നമ്പർ കിട്ടണം. 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യപ്പോ എന്തുവാ, 1ഉം 1ഉം എടുക്കുന്നു, അത് 2 മൾട്ടിപ്ലൈ ചെയ്യപ്പോ എനിക്ക് എന്തുവാണ് പ്ലസ് 1 കിട്ടുന്നു. അതേ നമ്പേഴ്സ് ആഡ് ചെയ്യപ്പോ മിഡിൽ ടേം കിട്ടണം. ഇതേ നമ്പേഴ്സ് ആഡ് ചെയ്ത് 1 പ്ലസ് 1 എന്തുവാണ് 2, മിഡിൽ നമ്പർ കിട്ടി. അപ്പൊ നമുക്ക് എന്തുവാണ് റൂട്ട്സ് ആയിട്ട് എടുത്തൂടെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് m+1, m പ്ലസ് എന്ന് പറഞ്ഞാണ് എടുക്കേണ്ടത്. m+1 ഈക്വൽ ടു 0. 2 റൂട്ട്സും സെയിം ആണ്. 2 റൂട്ട്സും സെയിം ആകുമ്പോൾ രണ്ടിനും m+1 ഈക്വൽ ടു 0. അടുത്തതും എന്തുവാണ് m+1 ഈക്വൽ ടു 0. m ഇവിടെയും -1 കിട്ടും, ഇവിടെയും -1. എമ്മിന്റെ വാല്യൂ നോക്കി നോക്കിയേ, -1 തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനില് m 2 ഡിഫറന്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്തുവാണ്, m 2 സെയിം ആണ്. സെയിം ആണെങ്കിൽ നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എഴുതാൻ പഠിച്ചു. എന്തുവാണ്, എന്നിന്റെ വാല്യൂസ് സെയിം ആണെങ്കിൽ c1 പ്ലസ് c2x പ്ലസ് c3x² എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ 2 എണ്ണമേ ഉള്ളൂ, c1 c2 2 കോൺസ്റ്റന്റിലേ ഉള്ളൂ. പുറത്ത് നമുക്ക് എന്താണ് എന്ത് വരും, mx എന്ന് വരും. ഓക്കെ, c1 അതുപോലെ എഴുതാം പ്ലസ് c2x. ആകെ ചേഞ്ച് വരുന്നത് എമ്മിന്റെ പ്ലേസിൽ എന്തുവാണ് -1 ഇൻറ്റു x എന്ന് വരും. -1 ഇൻറ്റു x എന്തുവാണ്, c1 പ്ലസ് c2x -x. അത്രേ വരുള്ളൂ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ അപ്പൊ ശ്രദ്ധിക്കുക, എമ്മിന്റെ വാല്യൂസ് എന്തുവാണ് നമുക്കിവിടെ സെയിം ആണ് കിട്ടിയത്. അപ്പോഴുള്ള കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താണെന്ന് ഓർക്കാം, c1 പ്ലസ് c2. ഇവിടെ 2 കോൺസ്റ്റന്റേ ഉള്ളൂ, അതുകൊണ്ടാണ് c1 പ്ലസ് c2. ഇവിടെ ഒരു -1 കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു c3 കൂടി വന്നേനെ, c1 പ്ലസ് c2 പ്ലസ് c2x പ്ലസ് c3x² പ്ലസ് എന്ന് വന്നേനെ. അപ്പൊ c1 പ്ലസ് c2x പുറത്ത് mx. എമ്മിന്റെ വാല്യൂ ഇവിടെ എന്തോ സെയിം ആണ്, അതാണ് -1 ഇൻറ്റു x. ഇതാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. കഴിഞ്ഞില്ലല്ലോ, നമുക്ക് മാർക്ക് കിട്ടണമെങ്കിൽ എന്തുവാണ്, സൊല്യൂഷൻ ഈസ് y is equal to എന്തുവാണ് cf എന്ന് എടുത്തെഴുതണം. അപ്പൊ y is equal to cf എന്തുവാണ്, c1 പ്ലസ് c2x -x എന്ന് എടുത്തെഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ഈ ഫസ്റ്റ് കേസ് നമ്മൾ തൊട്ട് മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് കേസ് 1നെ പറ്റിയുള്ളതായിരുന്നു. കേസ് 2 ബേസ് ചെയ്തതായിരുന്നു. കണ്ടല്ലോ, എമ്മിന്റെ വാല്യൂ ഡിഫറെന്റ്, അതായിരുന്നു കേസ് 2. ഇനി കേസ് 3 നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇമാജിനറി ആയിട്ടുള്ള കേസാണ്. അപ്പൊ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇമാജിനറി വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ആ കേസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.